നമസ്കാരം. വേദാന്ത വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് വരുന്ന കൺസൾട്ടേഷനിൽ എല്ലാവർക്കും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നറിയുന്നതിലും വളരെയധികം സന്തോഷം. എല്ലാത്തിനും അമ്മയോടും മുരുക ഭഗവാനോടും നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ആരും പറഞ്ഞു തരാത്ത, സത്യത്തിൽ ആരും യൂട്യൂബിൽ പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ ഒരു പവർഫുള്ളായിട്ടുള്ളതും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതുമായിട്ടുള്ളൊരു വിളക്കാണ് പറയുന്നത്. ആലില വിളക്കെന്ന് പറയും. ആലില വിളക്കിൽ നമ്മൾ പേര് പോലെ തന്നെ ആലില ഉപയോഗിച്ചാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പം ആലില എന്ന് പറയുന്നത് കൃഷ്ണനും ലക്ഷ്മിക്കും വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ആലില. അതുപോലെ തന്നെ വൃക്ഷം എന്ന് പറയുന്നത് വളരെയധികം ഓക്സിജൻ ലഭിക്കുന്നതും, അതായത് നമ്മൾ ധ്യാനത്തിനൊക്കെ പണ്ട് ബുദ്ധൻ ധ്യാനം ചെയ്തിരുന്നത് ആലില വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്നിട്ടാണ് എന്നാണ് പറയുന്നത്. ബോധിവൃക്ഷം എന്നും പറയും. അത് വളരെയധികം ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന എല്ലാ മരങ്ങളെയും പോലെ തന്നെയാണ്. പക്ഷേ ആലെന്ന് പറയുന്ന വൃക്ഷത്തിന് കുറച്ചുകൂടെ കൂടുതലായതുകൊണ്ട് തന്നെ ആലിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്നത് നമ്മളുടെ മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ തരും. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇതിനൊരു റീസൺ, ഈ ആലില എന്ന് പറയുന്നത്, ആലിലയിൽ കൃഷ്ണനും ലക്ഷ്മിയും കുടികൊള്ളുന്നുണ്ട് എന്നാണ് വിശ്വാസം. ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് നമുക്കറിയാം സമ്പത്തിൻ്റെ ദേവിയാണ്. കുബേര ഭഗവാനാണ് സമ്പത്തിൻ്റെ അധിപൻ എങ്കിലും ലക്ഷ്മി ദേവിയും കുബേരനും ഒരുപോലെ തന്നെ സാമ്പത്തികത്തിന് നിൽക്കുന്ന ഒന്ന് ദേവഭാവവും ഒന്ന് ദേവീഭാവവുമാണ്. അപ്പോൾ ഈ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് വളരെ നല്ല ഒരു വിളക്കാണ് ഈ ആലില വിളക്കെന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഫലമുണ്ട്. അതേപോലെ അഭിജിത്ത് മുഹൂർത്തമുള്ളപ്പോൾ ചെയ്തു കഴിഞ്ഞാലും വളരെയധികം ഫലമാണുള്ളത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ വൈകുന്നേരം സന്ധ്യാവിളക്കിൻ്റെ സമയത്തോ അതല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ സമയത്തോ നിങ്ങൾക്കിത് വെക്കാവുന്നതാണ്. ഈ ഒരു വിളക്ക് വെക്കുമ്പോൾ പിന്നെ ഒരു വിളക്ക്, സന്ധ്യാസമയത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ സന്ധ്യാവിളക്ക് എക്സ്ട്രാ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആലില വിളക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറയാം. ഇതിനായിട്ട് ആലിലയാണ് വേണ്ടുന്നത്. ഒരു വിളക്കായിട്ട് വെക്കാം, അതല്ല 3 വിളക്കായിട്ട് വെക്കാം, അതല്ല 5 വിളക്കായിട്ടും വെക്കാം. അപ്പോൾ ഇതിനായിട്ട് 5 ആലില, അല്ലെങ്കിൽ എത്ര വിളക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആലില, തണ്ടോടുകൂടിയ ആലിലയാണ് വേണ്ടുന്നത്. ആ ആലില എടുക്കുക. അത്രയും തന്നെ മൺചിരാത് വിളക്ക് എടുക്കുക. മൺചിരാത് അതല്ലെങ്കിൽ ബ്രാസിൻ്റെ തന്നെ ചിരാത് പോലുള്ള വിളക്കുണ്ടല്ലോ, ആ വിളക്കെടുക്കുക. ആലില നല്ല വൃത്തിയാണം കഴിയതിന് ശേഷം 5 ആലിലയും നിരത്തി വെക്കുക എന്ന് പറയുന്നത് 5 ആലിലയും നമ്മൾ എങ്ങനെയാണോ ബ്രഹ്മമുഹൂർത്ത വിളക്കിനൊക്കെ ഈ ചിരാത് 5 വെക്കുന്നത് പോലെ തന്നെ ഈ 5 ആലിലകളും ആ താലത്തിനകത്ത് വെക്കാം. താലമില്ലെന്നുണ്ടെങ്കിൽ തറയിൽ എന്തെങ്കിലും ഒരു പേപ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു തുണിയോ പട്ടോ ഇട്ടിട്ടോ, വൃത്തിയുള്ളതായിരിക്കണം, അത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെക്കാവുന്നതാണ്. ആലിലയുടെ തുമ്പ് പുറത്തേക്ക് ഇരിക്കുന്ന രീതിയിലാണ് ആലില വെക്കേണ്ടത്. അതിനുശേഷം ആലിലയിൽ മഞ്ഞൾ കൊണ്ടും കുങ്കുമം കൊണ്ടും പൊട്ട് തൊടുക. ആലിലയുടെ 4 സൈഡിലും പൊട്ട് തൊടുക. ഈ ഓരോ ആലിലയിലും ഇതേപോലെ പൊട്ട് തൊടേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഈ ആലിലയുടെ നടുക്ക് മൺചരാത് വിളക്ക് വെക്കുക. നെയ്യ് ഒഴിച്ചോ കടുകെണ്ണ ഒഴിച്ചോ ആ വിളക്ക് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പോലെ തന്നെ അനുസരിച്ച് നിങ്ങൾക്ക് നെയ്യ് അല്ലെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇനി തിരിയിട്ട് നിങ്ങൾക്ക് എന്നും വിളക്ക് കത്തിക്കുന്നത് പോലെ തന്നെ വിളക്ക് കത്തിക്കാവുന്നതാണ്. ഈ ആലില വിളക്ക് വെക്കുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ട പുഷ്പങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ പ്രസാദത്തിനായിട്ട് ചെയ്യുന്ന പൂജയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമലക്കട്ടമാല, അതായത് താമരയുടെ അരി കൊണ്ടുള്ള മാല, അത് സാമ്പത്തിക വർധനവിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ആ ഒരു മാല അതിൻ്റെ കൂടെ വെക്കുന്നത് നല്ലതാണ്. ഒരു ചെറിയ ബൗളിൽ കുറച്ച് പച്ചരി ഇട്ട് വെക്കുന്നതും അതിനകത്ത് 1 രൂപയുടെ നാണയങ്ങൾ, കുറച്ച് നാണയങ്ങളുണ്ടെങ്കിൽ ആ നാണയങ്ങൾ ഇട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുന്നതും വളരെ നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ അഷ്ടലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ്. കുറച്ച് കാര്യങ്ങളാണിത്. ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഓം ലക്ഷ്മി ദേവിയെ നമഃ എന്നുള്ള
മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അത് 21 വട്ടം ചൊല്ലാം, 11 വട്ടം ചൊല്ലാം. അത് നിങ്ങൾക്ക് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ ആഗ്രഹം പോലെ 108 വട്ടം ചൊല്ലാം. അങ്ങനെ ചൊല്ലുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലത് നിങ്ങളുടെ പൂജാമുറിയിൽ മഞ്ഞ പട്ടായിരിക്കണം ഈ ഒരു ദിവസം. പട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെക്കേണ്ടത് മഞ്ഞ കളറിലുള്ള പുഷ്പങ്ങളാണ് വേണ്ടുന്നത്. നിങ്ങൾ മഞ്ഞ വസ്ത്രം ധരിച്ചുകൂടി ഇരുന്നാൽ വളരെയധികം ഫലം കൂടുതലായിരിക്കും. പലരും പറയും ഇതൊക്കെ വെറുതെയാണ്. ഈ പല വീഡിയോയുടെ താഴെയും വന്നിട്ട് പല ദൈവങ്ങളെയും ചീത്ത വരെ വിളിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ഞാനതിൽ ചില കമൻറ്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. കാരണം അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അതൊരു ഒരു ഒരു വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ. അതെന്തിനാണ് അത് പിന്നൊരു ചർച്ചയാകും, പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. പല ദൈവങ്ങളെയും പല രീതിയിൽ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ ചെയ്യുന്നതിൻ്റെ കർമ്മമല്ല നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ടോ ആ ഒരു ദേവനോട് ദേഷ്യം കാണിച്ചിട്ടോ കാര്യമില്ല. നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു 30 വയസ്സുണ്ടെങ്കിൽ ഈ ഒരു 30 വയസ്സിനുള്ളിൽ നിങ്ങൾ എത്ര പേരെ ദ്രോഹിച്ചിട്ടുണ്ടോ, എത്ര പേരുടെ കണ്ണീരിനൊക്കെ കാരണമായിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ ഫലം നിങ്ങൾ അനുഭവിക്കും. അതിന് നിങ്ങൾ ഈ ദൈവങ്ങളെയോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ. നിങ്ങളുടെ ചെറുപ്രായത്തിൽ എന്ന് പറയത്തില്ലേ, ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും എന്ത് തിളപ്പിൽ ചെയ്താലും അതിൻ്റെയൊക്കെ കർമ്മം നിങ്ങളാണ് അനുഭവിക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്മ വരും. എല്ലാവർക്കും ദേവന്മാർക്ക് പോലും കഷ്ടകാലവും നല്ല കാലവും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ലോകത്തിൽ അവർക്ക് പോലും ഉണ്ട്. അവരുടെ കഷ്ടകാലങ്ങളിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മളൊരു ചെറിയ മനുഷ്യജീവി, പുഴു പോലെയും മറ്റുള്ള ജീവികൾ പോലെയും തന്നെയാണ് മനുഷ്യജീവി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കൊമ്പോ പാലോ ഒന്നും തന്നെ എക്സ്ട്രാ ഇല്ല. നമ്മളും അവരെയൊക്കെ പോലെ തന്നെയാണ്. അവർ ഒരു 24 മണിക്കൂറിനുള്ളിൽ ജനിച്ച് മരിക്കുന്നതും നമ്മളൊരു 10-80 വർഷം ജീവിച്ച് മരിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി അഹങ്കാരവും ദൈവത്തിനോടുള്ള വെല്ലുവിളിയും നടത്തുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തെ വെല്ലുവിളിച്ച് ഈ ലോകത്ത് ആരും ഒന്നും നേടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ അവിശ്വാസികളാണ് എന്ന് പുറമേ പറയുന്നവരൊക്കെ ഒന്ന് വീഴുമ്പം ദൈവമേ എന്ന് വിളിക്കാത്തവരായിട്ടില്ല അല്ലേ. മനസ്സിലെങ്കിലും വിളിക്കും. പിന്നെ പല വിശ്വാസികളും ആരും അറിയാതെ പലയിടത്തും പോയി വിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വീഡിയോയുടെ താഴൊക്കെ വന്നിട്ട് നിങ്ങൾ ഈ ഓരോ കമൻറ്റൊക്കെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാലും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഓരോ ദൈവങ്ങളെ ചീത്ത വിളിക്കുമ്പോഴും അവരെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ ദൈവങ്ങളെയൊക്കെ വളരെയധികം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്, സ്നേഹിക്കുന്ന ആളുകളുമുണ്ട് കേട്ടോ. അപ്പം അവരുടെ ഒരു മനപ്രാക്ക് കൂടിയാണ് നിങ്ങളെ വിളിച്ചു വരുന്നത്. നിങ്ങളുടെ കർമ്മഫലങ്ങളുടെ കൂടെ മറ്റു കുറച്ച് പേരുടെ മനപ്രാക്ക് കൂടി നിങ്ങൾ വാങ്ങിക്കും. മനപ്രാക്ക് എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു ഒരു തരം ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യാൻ ഉതകുന്ന ഒന്നാണ്. ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഓരോന്ന് വിളിച്ചു വരുത്താതിരിക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ടെന്നേ. ഇവിടെ ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കാണുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല. ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോവുക, കാണണ്ടെന്നേ. എന്തിനാണ് അതിൻ്റെ താഴെ വന്നിട്ട് ഈ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ എഴുതിയിട്ട് മറ്റുള്ളവരുടെയും എല്ലാം ദേഷ്യവും പ്രാക്കും ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരല്ലേ. ഇത് കാണുന്നവരെല്ലാവരും പ്രശ്നങ്ങളുള്ളവരായിരിക്കും. സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരിതൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ദൈവത്തിനോട് ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു ദൈവവും നിങ്ങൾ ഈ പറയുന്നത് നോക്കിക്കൊണ്ടിരിക്കത്തില്ല. ദൈവങ്ങളാരും വന്ന് ഈ കമൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങൾ 10 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പറയൂ എന്നുള്ളതും അവർക്കറിയാവുന്നതാണ്. അത് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇതിലൊക്കെ വിശ്വാസമുള്ളവർ വിശ്വസിക്കുക, വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കാതിരിക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പോയിൻ്റ് വരും, നിങ്ങളിതിലൊക്കെ വിശ്വസിക്കും. കാരണം ഞാനൊരു കാലത്ത് ഇതിലൊന്നും വിശ്വസിച്ചിരുന്ന വ്യക്തിയല്ല. സയൻസാണ് എല്ലാം എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസം വരും. അതുവരെ നമുക്ക് നോക്കിയിരിക്കാം. അപ്പോൾ സാമ്പത്തിക ഉയർച്ചയ്ക്ക് നമ്മൾ എന്ന് പറഞ്ഞ ഈ ഒരു വിളക്ക് വെക്കുന്നത് വളരെയധികം നല്ലതാണ്.
അതുപോലെ തന്നെ നമ്മളുടെ കൺസൾട്ടേഷന് താല്പര്യമുള്ളവർ താഴെ തന്നിട്ടുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴേ നിങ്ങൾക്ക് റിപ്ലൈ തരണം എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും 24 മണിക്കൂറേ ഉള്ളൂ. അതിൽ നമ്മൾ ഓരോ ആഴ്ചത്തെയും മുൻകൂർ നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അപ്പം ഈ അപ്പോയിൻമെൻറ്റ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോഴായിരിക്കും ഈ മെസ്സേജിനൊക്കെ ഒന്ന് റിപ്ലൈ തരുന്നത്. അപ്പം അതൊന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്തായാലും റിപ്ലൈ ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്കിനും ഇനിയും ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാവുന്നതാണ്. മെസ്സേജ് അയച്ചാൽ മതി. കനകധാര മെഡിറ്റേഷനും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക്